ഞാനിന്ന് പറയുന്നത് ഒരു ഹനുമാൻ ശ്ലോകത്തെ പറ്റിയാണ്. നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവുന്ന, ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നല്ലൊരു വിജയം, ഏതൊരു കാര്യത്തിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാക്കുന്ന, നല്ല ഉയർച്ചയും ഉണ്ടാക്കുന്ന നല്ലൊരു സ്തോത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സമയം, രാവിലെയോ വൈകുന്നേരം, രാവിലെ ആണെങ്കിൽ കിഴക്കോട്ട്, വൈകുന്നേരം ആണെങ്കിൽ പടിഞ്ഞാറേക്കോ ഒരു വശത്ത് സ്വസ്ഥമായിട്ട് ഇരുന്ന് വേണം ഇത് ചൊല്ലാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ശുദ്ധമായ മനസ്സും ശുദ്ധമായ ശരീരവും ശുദ്ധമായ സ്ഥലവും വേണം. ആദ്യം കുലദേവതകളെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഇവരുടെ അനുഗ്രഹം വേണമെന്ന് ചിന്തിച്ച് കുറച്ച് നേരം പ്രാർത്ഥിക്കുക. അതുപോലെ ഗണപതിയെ നല്ല രീതിയിൽ തടസ്സം നിവാരണം ചെയ്യാൻ പ്രാർത്ഥിക്കുക. എന്നിട്ട് ശ്രീരാമനാമം, അതായത് ശ്രീരാമജയം എന്നുള്ള നാമം, രാമരൂപം നന്നായി മനസ്സിൽ ധ്യാനിച്ചൊരു 12 തവണ ചൊല്ലുക. പിന്നെ കുറഞ്ഞതൊരു 7 തവണ ഈ ഹനുമാൻ സ്തോത്രത്തെ ചൊല്ലുക. അതാണ് നിങ്ങൾ ആദ്യം വേണ്ടത്. സ്തോത്രം ഞാൻ പറയാം. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ച ഹനുമത് സ്മരണാത് ഭവേത്. ഒന്നുകൂടി പറയാം. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ച ഹനുമത് സ്മരണാത് ഭവേത്. ഇതിങ്ങനെ ചൊല്ലി നിങ്ങൾക്ക് ഇതിൽ പറയുന്ന 8 ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടാവും. അതായത് ബുദ്ധി, നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലും ബുദ്ധി നിങ്ങളുടെ മുന്നിട്ട് നിൽക്കും. അതുപോലെ ബലം, ശരീരബലവും മനോബലവും നിങ്ങൾക്കുണ്ടാവും. യശസ്, നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയുള്ള നല്ല പേരുകൾ, നല്ല നല്ല കാര്യങ്ങൾ മറ്റുള്ളവർ സംസാരിക്കും. അതുപോലെ അപവാദ പ്രചരണങ്ങൾ ഇല്ലാതാകും. നിങ്ങളുടെ നല്ല കാര്യങ്ങളെപ്പറ്റി മറ്റുള്ളവർക്ക് ചിന്തയുണ്ടാവും. ധൈര്യം, ഏതൊരു കാര്യത്തിനും മുന്നിട്ടിറങ്ങാനും കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവും. നിർഭയത്വം, ഹനുമാൻ സ്വാമിയെപ്പോലെ ഒന്നിനും ഒരു കാര്യത്തിനും പേടിയില്ലാത്തൊരു വ്യക്തിത്വം കിട്ടും. നിർഭയത്വം. അരോഗത, ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും വിട്ടുമാറിയ ആരോഗ്യം. അജാഡ്യം, അതായത് അഹങ്കാരം, അത്യാഗ്രഹം എന്നുള്ള കാര്യങ്ങളൊന്നുമില്ലായ്മ, ഇതൊക്കെ കിട്ടും. അതുപോലെ വാക്പടുത്വം, നല്ല രീതിയിലും വ്യക്തമായിട്ട് സംസാരിക്കാനുള്ള കഴിവ്, സംസാരത്തിലൂടെ എന്ത് സാധിക്കാനുള്ളൊരു കഴിവും, സംസാരിച്ച് നിൽക്കാനുള്ള കഴിവ്, സംസാരത്തിൽ ഒരു മികവുണ്ടാവും. ഇതൊക്കെ കിട്ടുന്നൊരു ഗുണമുള്ളൊരു സ്തോത്രമാണ് ഇത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളൊക്കെ ചൊല്ലിയാൽ പഠനത്തിൽ അവർ വിചാരിക്കുന്നതിൽ ഉയർച്ചയിലെത്തും. അതുപോലെ ഏത് മേഖലയിൽ നിൽക്കുന്നവർക്ക്, ഏത് വ്യക്തിക്കും ഇത് ചൊല്ലാവുന്നതാണ്. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്താൽ ഈ ഗുണങ്ങളെല്ലാം നമ്മുടെ മുന്നിട്ട് നിൽക്കും. അതുപോലെ നമ്മൾ മറ്റു നല്ല വ്യക്തിത്വമായിട്ട് നമ്മൾ അറിയപ്പെടാൻ തുടങ്ങും. ഹനുമാൻ സ്വാമിയെപ്പോലെ നമ്മളാകും, നല്ല ഗുണങ്ങളുള്ളൊരു വ്യക്തിയാകും. ഇതിന് പ്രത്യേകിച്ച് നിഷ്ഠയോ കാര്യങ്ങളൊന്നും വേണ്ട. ഞാൻ മുന്നേ പറഞ്ഞ പോലുള്ള ശുദ്ധത നമ്മൾ പാലിച്ചാൽ മതി. അപ്പോൾ നന്ദി, നമസ്കാരം. നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് 200 അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് സഹായിക്കുക. ഇത് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക.